2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുമായി വെൽഫെയർ പാർട്ടി ചർച്ചയുമായി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിൽ സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. BJPയുമായി മാത്രമേ ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുതയുള്ളൂ. കാരണം അതൊരു വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷവുമായും LDFുമായും UDFുമായും വെൽഫെയർ പാർട്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വോട്ട് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ചർച്ചകളിലൂടെ തന്നെ രൂപപ്പെട്ട സൗഹൃദത്തിലൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും CPMുമായി ധാരണയിൽ മത്സരിച്ചു. പലയിടങ്ങളിലും ജയിച്ചു, മുന്നോട്ട് പോയി. സഖാവ് കോടിയേരി തന്നെ നേതൃത്വം കൊടുത്ത ചർച്ചയായിരുന്നു അന്ന് നടന്നത്. 2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുമായി വെൽഫെയർ പാർട്ടി ചർച്ചയുമായി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിൽ സഖാവ് യെച്ചൂരിയുമായി വിശദമായ ചർച്ചകൾ ഞങ്ങൾ നടത്തി. ഞാനും പോയിരുന്നു സഖാവ് യെച്ചൂരിയുമായി ചർച്ച എടുത്താൻ, ഞങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇല്യാസിന്റെ കൂടെ. ഇന്നത്തെ മന്ത്രി ബഹുമാനായ MP രാജേഷ് അവറുകളായിരുന്നു അന്ന് ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നിരുന്നത്. ശ്രീ റസാഖ് പലേരി, എവിടെ വെച്ചാണ് ചർച്ച നടന്നത്? ഡൽഹിയിൽ സഖാവ് യെച്ചൂരിയുടെ ബന്ധപ്പെട്ട് CPMന്റെ ഓഫീസിലാണ് ചർച്ച നടന്നത്. പക്ഷേ ആ ചർച്ച മുന്നോട്ട് പോയില്ല. അത് പല കാരണങ്ങളാൽ ഇല്ലാതായി.